ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പാസ്തയുടെ റെസിപ്പി നോക്കിയാലോ. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 200 ഗ്രാം മക്രോണിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇടുമ്പോൾ തന്നെ നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഇടുന്ന സമയം തന്നെ ചിലപ്പോൾ ഇത് അടിയിൽ ഇടുന്ന സമയം ഒട്ടിപ്പിടിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇടുമ്പോൾ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇത് നമുക്കൊരു 15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്കിത് വെന്ത് കിട്ടും. ഇത് വെന്തതിന് ശേഷം നമുക്ക് ഇതൊരു അരിപ്പ പാത്രത്തിലൊഴിച്ച് നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഊറ്റി നമുക്ക് ചൂടോടുകൂടി അല്പം എണ്ണ അതിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഈ എണ്ണ ഒഴിക്കുന്നത് ഇത് ചൂടായതുകൊണ്ട് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതുണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരല്പം ഇഞ്ചിയും 2 പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇതേസമയം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ആ ഓൾ എന്നുള്ള ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. സവാള ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്ന് ബ്രൗൺ നിറമൊന്നും ഗോൾഡൻ നിറമൊന്നും ആകേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് വരുമ്പം നമ്മളിതിലേക്ക് ക്യാപ്സിക്കവും പഴുത്ത തക്കാളിയും ചേർത്ത് കൊടുക്കും. ഒരു പഴുത്ത തക്കാളി മതിയാവും, പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുക്കണം. ഈ പച്ചക്കറികളെല്ലാം ഒന്ന് വഴന്ന് വരുമ്പം നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ക്യാപ്സിക്കവും പഴുത്ത തക്കാളിയും സവാളയും ഒക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചക്കറികൾക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മക്രോണി വേവിച്ചപ്പോൾ അതിന് വേണ്ടുന്ന ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും അല്പം ഗരം മസാല കൂടി പോകരുത്. ആ മസാലകളെല്ലാം ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ തക്കാളിക്കൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ സമയം ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരല്പം കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുരുമുളക് ചേർക്കുമ്പോൾ കുറച്ച് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാവൂ. എരി കൂടി പോകരുത്. അങ്ങനെ രുചികരമായ പാസ്ത നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം.
കുറച്ച് മല്ലിയില കൂടി ലാസ്റ്റിൽ നമുക്ക് വിതറി കൊടുക്കാം. ഇത് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ്. കുട്ടികളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. നമുക്ക് 4 മണിക്കോ വൈകിട്ട് ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം. നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.